വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണും. വാർത്താസമ്മേളനം രാവിലെ 11-ന്. ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. പൂരം വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് ADGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക ലക്ഷ്യം. ലോറി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജുന്റെ സഹോദരി അഞ്ജു. കൊല്ലം പൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ നിർണായക മൊഴിയുമായി പ്രതി ഡോക്ടർ ശ്രീകുട്ടി. അജ്മൽ നിർബന്ധിച്ചു മദ്യം കുടിപ്പിച്ചു. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. തന്റെ പണവും സ്വർണവും അജ്മൽ കൈക്കലാക്കി. അജ്മലുമായി സൗഹൃദം തുടർന്ന ആഭരണങ്ങൾ തിരികെ വാങ്ങാനെന്നും മൊഴി. മലയാള സിനിമയുടെ അമ്മമുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്ന് വിട നൽകും. രാവിലെ 9 മണി മുതൽ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിൽ. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മർലേന ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങുകൾ വൈകിട്ട് 4:30-ന് ഡൽഹി രാജ്നിവാസിൽ. മുകേഷ് അഹ്ലാവത് മന്ത്രിസഭയിലെ പുതുമുഖം. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണവുമായി ഇസ്രായേൽ. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ബഖീൽ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. കുട്ടികളടക്കം 66 പേർക്ക് പരിക്ക്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന്